തലേന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു തലേന്നാണ് വിചാരിച്ചത്. ഇത്രയും വലിയ തലകളൊന്നും അറിഞ്ഞില്ല. ഈ തല സത്യത്തിൽ ശരിക്കും എൻ്റെ തലയിലായി കേട്ടോ. ഹലോ, നല്ലൊരു കിഡിലെ മഴ പെയ്ത് തോർന്നപ്പോഴത്തേക്ക് ഒരു ഊണ് കഴിക്കാൻ വേണ്ടി കൊതി വന്നു. നാടൻ ഊണ്. അങ്ങനെ അത് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പോണ വഴിയിലാണെങ്കിൽ റോഡ് കാണാൻ വയ്യാത്ത വിധത്തിൽ വെള്ളമാണ്. ചെറിയൊരു മഴ പെയ്തതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ഈ അവസ്ഥയാണ് റോഡിന്. എന്തായാലും ഞങ്ങൾ നേരെ സ്പോട്ടിലെത്തി. വാഴയിലയിൽ കൂട്ടുകറികളായ അച്ചാറ്, ബീട്രൂട്ട് തോരനും കൂട്ടുകറി, നല്ല വെന്തൊടഞ്ഞ മരിച്ചീനിയും പിന്നെ ചൂട് ചോറും വന്നു. ചൂര മീൻ്റെ കറിയും ഉണ്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അതിനകത്തൊരു അത്യാവശ്യം ഒരു വലിയ കഷ്ണം മീനും ഉണ്ട്. പിന്നെ സാമ്പാറാണ് ചോറിൻ്റെ കൂടെ കിട്ടിയത്. ചോറും സാമ്പാറും മരിച്ചീനിയും കൂട്ടി കുഴച്ചങ്ങ് കഴിച്ചു തുടങ്ങി. അപ്പോഴത്തേക്കാണ് സൈഡ് ഡിഷായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്ത തലക്കറി വന്നത്. ചൂര മീനിൻ്റെ തന്നെ തലയായിരുന്നു. ആദ്യം സത്യം പറഞ്ഞാൽ തലക്കറി കണ്ട് ഞാൻ നല്ല ഞെട്ടി. കാരണം അത്യാവശ്യം വലിയ തലയായിരുന്നു. ഇതെങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് കഴിച്ച് തീർക്കുമെന്നുള്ള സംശയമായിരുന്നു എനിക്ക്. തലേന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു തലേന്നാണ് വിചാരിച്ചത്. ഇത്രയും വലിയ തലകളൊന്നും അറിഞ്ഞില്ല. ഓർഡർ ചെയ്തും പോയി. പിന്നെ അത് കഴിഞ്ഞ് കൊഞ്ച് റോസ്റ്റ് പറഞ്ഞു. മീൻ കറിയിലാണെങ്കിൽ ഒരു വലിയ പീസ് തന്നെ ചൂര കഷ്ണം ഉണ്ടായിരുന്നു. ഗ്രേവിയും കൊള്ളായിരുന്നു മീൻ കറിയുടെ. മീൻ തലയിൽ ചത ഒരുപാടുണ്ടായിരുന്നു. ചോറ് കഴിക്കാൻ ആ കഷ്ണവും പിന്നെ തലക്കറിയുടെ ചാറ്, എൻ്റെ പൊന്നി ഒരു രക്ഷയില്ല. പൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഞാൻ തല തിന്നു തുടങ്ങി. മീനിൻ്റെയാണ് കേട്ടോ. അങ്ങനെ മീനിൻ്റെ തല കഴിച്ചു തുടങ്ങി. മീനിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഡിഷസ് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും. പിന്നെ കൊഞ്ച് റോസ്റ്റ് ട്രൈ ചെയ്തു. കൊഞ്ചിൻ്റെ ഗ്രേവി അതും പൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കക്ക ഫ്രൈ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതും കൂടെ വാങ്ങി. തേങ്ങയൊക്കെ വറുത്തിട്ട കക്ക ഫ്രൈ ചോറിൻ്റെ കൂടെ അത് മാത്രം കഴിക്കാനും ടേസ്റ്റായിരുന്നു. സത്യത്തിൽ ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനെ കാട്ടി അത് മാത്രം ഇങ്ങനെ വാരി തിന്നാനായിരുന്നു ടേസ്റ്റ് കൂടുതൽ. പിന്നെ മീൻ തല ഞാനൊരു സൈഡിൽ നിന്ന് തീർക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കഴിച്ചിട്ടും അതങ്ങോട്ട് തീരുന്നില്ല. ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റൂലെന്ന് എന്തായാലും എനിക്ക് മനസ്സിലായി. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അതെനിക്ക് മനസ്സിലായി. ശരിക്കും എനിക്ക് ചോറ് കഴിക്കാൻ പറ്റിയില്ല. ആ തല മാത്രം കഴിക്കേണ്ട അവസ്ഥ വന്നു. കാരണം അത്രയും വലുതായിരുന്നു. ഞാൻ കുഞ്ഞു തലയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ വന്നപ്പോഴത്തേക്ക് വലിയ തലയായിരുന്നു. അതിൽ അത്യാവശ്യം ഒരുപാട് ചതയും ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രം കഴിച്ച് വയറ് വീർക്കേണ്ട അവസ്ഥ വന്നു. കഷ്ടപ്പെട്ട് കഴിച്ച് തീർത്തിട്ടുണ്ട്. ഈ തല സത്യത്തിൽ ശരിക്കും എൻ്റെ തലയിലായി കേട്ടോ. ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഞാൻ അത്ര ഫിനിഷ് ചെയ്തത്. വാങ്ങിച്ച് പോയില്ലേ എന്ന് വിചാരിച്ചു. ായി വല്ലാത്ത ചതിയായി പോയി. ഞാൻ ചോറ് മുഴുവൻ എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അത്ര ഹെവി ആയിരുന്നു. ചെറിയൊരു കടയാണ്, പക്ഷെ നല്ല തിരക്കുണ്ട്. കറികളൊക്കെ കൊള്ളാം. ഓരോ ദിവസത്തെ ഡിഷും അതിൻ്റെ വിലയും കയറി ചെല്ലുന്നിടത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് എന്തൊക്കെ അവൈലബിലിറ്റി ഉണ്ട് അതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാളിൽ നിന്ന് കരിക്കാത്തേക്ക് പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലെ ഷാപ്പിലെ കറി. വീഡിയോ ഇഷ്ടമായാൽ ദയവായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.